ഹലോ, ഇന്ന് നമുക്ക് 3 ട്യൂബർ കിട്ടിയിട്ടുണ്ട്. കെയർ ബ്ലൂം എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. 3 വാങ്ങി. നമുക്ക് പിസ്ത ഗ്രീന്, യെല്ലോ പിയോണി, പിന്നെ അതിഥി എന്ന് പറഞ്ഞ 3 കേട്ടോ. നല്ല വലിയ ട്യൂബറാണ്. 200 രൂപയാണ് കേട്ടോ ഒരു ട്യൂബറിൻ്റെ വില. അപ്പോൾ അങ്ങനെ 3 വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിന് തലേന്ന് രാത്രിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാനത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം നടാൻ പറ്റുള്ളൂ. ഇത് ഞാൻ 2-3 ആഴ്ചയായി നട്ടിട്ട്. ഇപ്പോഴാണ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. എഡിറ്റ് ചെയ്തിടാൻ ലേറ്റായി. അപ്പോൾ നട്ട് വെച്ചിട്ട് ഇപ്പോൾ അതിന് ഇലയൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടുന്നുണ്ട്. ഈ ട്യൂബർ വാങ്ങിയതിന് ശേഷം ഞാൻ വേറെ 2 ട്യൂബറും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അഫെക്ഷൻ 16 പിന്നെ അമേരിപ്പിയോണി അമരിക്കമേലിയ എന്ന് പറഞ്ഞൊരു ട്യൂബറും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് ഇതിനകത്ത് വീഡിയോയിലുണ്ട്. പക്ഷേ ഞാൻ നടുന്ന വീഡിയോ അടുത്ത പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊല്ലത്തയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ അവിടെ വെക്കുന്നത് കേട്ടോ. താറാവിൻ്റെ ശല്യം വരും. അപ്പോൾ ഞാൻ മുകളിലാണ് അത് വെക്കുന്നത്. ചെറിയ ടബായതുകൊണ്ട് മുകളിലാണ് വെക്കുന്നത്. എല്ലാം ഞാൻ നേരത്തെ നട്ടിട്ടുള്ളത് വലിയ ടബിനകത്താണ്. ഇതിപ്പോൾ ചെറിയ ടബിനകത്ത് ഞാൻ വെച്ച് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ബാക്കി ട്യൂബർ വാങ്ങിയതും അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ ഞാനത് നടന്ന് കാണിക്കുന്നില്ല. നമുക്ക് ഈ ചാണകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. ചാണകപ്പൊടി മണ്ണും മാത്രമേ നമ്മൾ ആദ്യമേ നട്ടു കൊടുക്കുമ്പോൾ ഇടാറുള്ളൂ. അപ്പോൾ താമര നടാൻ അറിയാത്തവർക്കായിട്ടും ഇത് ഉപയോഗപ്പെടുമല്ലോ. അപ്പോൾ ആദ്യമേ നമ്മളൊരു 1/4 ഭാഗം ചാണകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് അതിൻ്റെ ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കുക. വളങ്ങളൊന്നും നമ്മൾ ഈ ഒരാഴ്ചത്തേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചാണകപ്പൊടിയും മണ്ണും മാത്രം മതി. ചിലവരാണെങ്കിൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് നടുക്ക് കുഴിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നടുക്കായിട്ട് സൈഡിലൊന്നും വെച്ച് കൊടുക്കല്ല, നടുക്ക് കുഴിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എനിക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ട്യൂബർ വാങ്ങിയവരുടെ അടുത്തുനിന്ന് ചോദിച്ച് കിട്ടിയ അറിവുകളാണ് ഞാനും പറയുന്നത്. അപ്പോൾ നമുക്കത് മണ്ണ് കല്ലരിച്ച മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ എവിടുന്നേലും കിളച്ചിട്ടിട്ടുള്ള മണ്ണ് കാണുമല്ലോ, അത് വേണം എടുത്തിട്ട് വരാൻ. കല്ലരിച്ച മണ്ണാണ് കേട്ടോ നമുക്ക് താമര നടാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ അതിനകത്ത് കല്ലുകൾ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കളയാം. ഞാനിപ്പോൾ കിളച്ചെടുത്ത മണ്ണാണ്. അതിനകത്ത് വേരുകളും കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇപ്പോൾ താമര നടുന്നത്. പിന്നെ അതുപോലെ താമര നടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് മണ്ണ് പാത്തി കോരുക എന്ന് പറയില്ലേ, അങ്ങനെ പാത്തി ഞാനിപ്പോൾ ദാണ്ടെ കാണിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ പാത്തി കോരിയതിനകത്ത് മാത്രമേ നമ്മൾ ട്യൂബർ നടാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ഈ റൗണ്ടായിട്ട് നമുക്കിടെ താമര കിട്ടുള്ളൂ. താമരയല്ല, ട്യൂബർ കിട്ടുള്ളൂ. റൗണ്ട് കറങ്ങിയാണ് നമ്മുടെ ഈ ട്യൂബർ വരുന്നത് കേട്ടോ. ഇതിൻ്റെ വേര് പോകുന്നത് കറങ്ങിയാണ്. അതിൻ്റെ സൈഡിൽ വേണം നട്ടു കൊടുക്കാൻ. അപ്പോൾ 2 ട്യൂബർ നടുന്നുണ്ടെങ്കിലും ഒരിടത്ത് തന്നെ വെച്ച് വേണം നടാൻ. അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനത് വേറൊരു യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്ന് ട്യൂബർ വാങ്ങിയപ്പോൾ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവരെനിക്ക് റണ്ണറാണ് കേട്ടോ അയച്ചു തന്നത്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വൈറ്റ് പിയോണിയുടെ റണ്ണറായിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ റണ്ണർ 2 വെച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ 2 വെച്ച് നടുവാണെങ്കിൽ നമ്മൾ ഒരിടത്ത് തന്നെയാണ് വെക്കേണ്ടത് കേട്ടോ. ഞാനിതിപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മണ്ണ് മാന്തുന്നതൊക്കെ. കാരണം നഖത്തിലൊക്കെ മണ്ണ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഫുഡ് കൊടുക്കേണ്ടതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് താല്പര്യമില്ല കേട്ടോ. ഗ്ലൗസ് ഇട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതുമല്ല, ഈ മണ്ണിരയൊക്കെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ്. ഇനി നമുക്ക് താമരയ്ക്കകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ട്യൂബർ പൊങ്ങി പോകാതിരിക്കാൻ നോക്കുക. ചിലവർ കല്ല് വെക്കാറുണ്ട്. കല്ല് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മണ്ണ് തന്നെ കുഴച്ച് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഗ്രോ ടിപ്പിൻ്റെ അവിടെ ഒന്നും മണ്ണിട്ട് മൂടരുത് കേട്ടോ. അതിൻ്റെ ഇല വന്ന് നിൽക്കുന്നതിൻ്റെ അവിടെ മണ്ണിട്ട് മൂടരുത്. അതിൻ്റെ ആ ട്യൂബർ എല്ലാം മണ്ണിനടിയിലാക്കി വെച്ച് വേണം നടാൻ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇലയൊക്കെ പുറത്തോട്ടുണ്ട്. അപ്പോൾ ഇലയെല്ലാം പുറത്തോട്ടിടുക. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ടാറ്റ ബൈ ബൈ. അടുത്ത പാട്ട് ഇടുന്നതാണ് കേട്ടോ.